നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരളത്തിൽ മൂന്നാം LDF സർക്കാർ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. CPIM ചെയർപേരിയ സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ ചട്ടങ്ങൾ അനുസരിച്ച് നടത്താനുള്ള പ്രതിസന്ധി. പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സാന്ത്വനം ബഡ് സ്കൂളിൽ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ജനപ്രതിനിധി സംഘം സന്ദർശനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ കർമ്മ പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ ബോർഡ് UDID ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മൂന്നാം LDF സർക്കാർ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. CPIM ചെയർപേരിയ സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ LDF വൻ പരാജയം ഏറ്റുവാങ്ങുമെന്നാണ് UDF പ്രചരിപ്പിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വീണ്ടും LDF സർക്കാർ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ തെളിവാണ്. 2011 മുതൽ 16 വരെയുള്ള പിന്നോക്കാവസ്ഥയിലായിരുന്ന കേരളത്തിലേക്ക് പോകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. UDF സർക്കാർ നടപ്പിലാക്കാൻ കഴിയാതെ ഉപേക്ഷിച്ച വികസന പദ്ധതികളെല്ലാം പൂർത്തീകരിച്ച് നവകേരളം എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോവുകയാണ് പിണറായി സർക്കാർ. രാജ്യത്തിന്റെ ഭരണഘടന തകർത്ത് ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു മതം എന്ന ലക്ഷ്യം വെച്ചാണ് BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ വലിയ തിരിച്ചടിയാണ് അവർ നേരിട്ടത്. മതധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് നേടാൻ രാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി തന്നെ പ്രാണപ്രതിഷ്ഠ നടത്തിയ ഉത്തർപ്രദേശിലും BJP തകർന്നടിഞ്ഞു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന BJPയുടെ നയങ്ങൾക്കെതിരെ കൃഷിക്കാരും തൊഴിലാളികളും രംഗത്ത് വരികയാണെന്നും ബിജു പറഞ്ഞു. ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിക്കും നമ്മുടെ നാട്ടിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരായി നടക്കുന്നവർക്ക് ഇന്ത്യയിലെ ആ പാർട്ടിയുടെ സംസ്ഥാന അല്ലെങ്കിൽ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് വരുന്ന നേതാക്കന്മാരെ തെരഞ്ഞെടുക്കാനുള്ള ഏതെങ്കിലും അവകാശമുണ്ടോ? അതുകൊണ്ടാണ് രാജ്യത്ത് ഈ പാർട്ടി വ്യത്യസ്തമായി നിലനിൽക്കുന്നത്. ഓരോ 3 വർഷം കൂടുമ്പോഴും രാജ്യത്തെ, ലോകത്തെ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുമാണ് പാർട്ടി കോൺഗ്രസുകളിൽ അതിന്റെ ഭാഗമായി വരുന്ന സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. സാർവദേശീയമായ പരിസരം നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും സ്വാധീനമുണ്ടാകും. അതിനെല്ലാം അടിസ്ഥാനത്തിലാണ് ഓരോ പാർട്ടി ഘടകങ്ങളും അവരുടെ ഭാവി പ്രവർത്തനത്തെ രൂപപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 5.5 ലക്ഷത്തിലധികം വരുന്ന പാർട്ടി അംഗങ്ങൾ ഈ പാർട്ടിയിലുണ്ട്. രാജ്യത്ത് കാശ്മീർ മുതൽ കേരളം വരെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ പാർട്ടിയുടെ ഘടകമുണ്ട്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും സ്വാധീനമുള്ള പാർട്ടിയുമാണ്. പക്ഷെ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ വളർച്ച ഉണ്ടാവരുത്. അതിപ്പോ തുടങ്ങിയതല്ല. 1920കളിൽ ഇന്ത്യയിലെ വിപ്ലവകാരികൾ സഖാവ് M.N. റോയുടെ നേതൃത്വത്തിൽ താഷ്കന്റിൽ വെച്ച് പാർട്ടി ഉണ്ടാക്കിയ സന്ദർഭം മുതൽ തുടങ്ങിയതാണ്.
പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ ചട്ടങ്ങൾ അനുസരിച്ച് നടത്താനുള്ള പ്രതിസന്ധി പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ സംരക്ഷിക്കാൻ പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രതിഷേധ ഘോഷയാത്ര നടത്തി. തിരുവുള്ളക്കാവ് ക്ഷേത്രനട മുതൽ പെരുവനം ക്ഷേത്രനട വരെ നടന്ന യാത്രയിൽ വിവിധ പങ്കാളി ക്ഷേത്ര ഭാരവാഹികൾ, പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ഭക്തർ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുവനം ക്ഷേത്രത്തിൽ നടന്ന സമാപന യോഗം തന്ത്രിമാരായ KPC വിഷ്ണു ഭട്ടതിരിപ്പാട്, KP കൃഷ്ണൻ ഭട്ടതിരിപ്പാട് എന്നിവർ ഉദ്ഘാടനം ചെയ്തു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, ജനറൽ സെക്രട്ടറി CS ഭരതൻ, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര എന്നിവർ സംസാരിച്ചു. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ ബാരിക്കേഡ് കെട്ടുക അല്ലെങ്കിൽ 8 മീറ്റർ ദൂരം നിർത്തുക, 30 മീറ്റർ അല്ല 3 മീറ്റർ അകലെ നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ആനയുടെ മുമ്പിൽ എന്താ ഇടഞ്ഞ ആനയുടെ മുമ്പിൽ ഈ ബാരിക്കേഡും ഈ 30 മീറ്ററൊക്കെ വല്ല ദൂരമാണോ? എന്തറിഞ്ഞിട്ടാണ് കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ആനയുടെ വാലുകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല, ചെവി കൂട്ടിമുട്ടാൻ പാടില്ല, ഇതൊക്കെയാണ്. കൂടുതൽ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കോടതി അലക്ഷ്യവും. അതുകൊണ്ട് പബ്ലിക്കായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും പ്രാക്ടിക്കലായിട്ട് ഇതൊന്നും മനസ്സിലാക്കാത്ത ചില ജഡ്ജിമാരാണ് ഇത്തരം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിന് എന്താ പറയുക, കോടതിയിൽ വിളിച്ചു വരുത്തി അതിന്റെ എക്സ്പെർട്ട് ഒപ്പീനിയൻ ചോദിച്ച ഡോക്ടർ ഈസ, അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ അദ്ദേഹം ഘടിപ്പിച്ചു പറഞ്ഞൊരു കാരണവശാലും ഇതിലൊന്നും മാറ്റാൻ പറ്റില്ല എന്ന്. എന്റെ ക്ലാസ്മേറ്റാ കേരള വൈദ്യരത്നം ഗ്രൂപ്പ് ചെയർമാൻ ET നീലകണ്ഠൻ മൂസ്, സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് EV കൃഷ്ണൻ നമ്പൂതിരി, പൂരം സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് രാജീവ് മേനോൻ, ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ M രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നിങ്ങനെ ഒരു പ്രതിഷേധ സംഗമം അല്ലെങ്കിൽ പ്രതിഷേധ ജാഥ നമ്മൾ സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിലവിലുള്ള 2012 നാട്ടാന പരിപാലന ചട്ടത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പിഴവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്ന വ്യാജേന അമിക്കസ് ക്യൂറിയെയും മറ്റു കമ്മീഷണറെയും നിയോഗിച്ചുകൊണ്ട് ക്ഷേത്രോത്സവങ്ങളും ആചാരങ്ങളും പൂരവും ആഘോഷമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളെ വിട്ട് ഇത് പരിശോധിപ്പിച്ചുകൊണ്ട് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരികയുണ്ടായി. തൃശൂർ പൂരം എന്നല്ല, ആറാട്ടുപുഴ പൂരം എന്നല്ല, കേരളത്തിലെ ചെറുതും വലുതുമായ ആയിരക്കണക്കിന് ഉത്സവാഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പുകൾ നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള നിയന്ത്രണങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നും ഇന്നലെ തുടങ്ങിയില്ല, കുറെ ആളുകൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തു 2010.
അതിനു മുമ്പ് കേരളത്തിലെ ഉത്സവാഘോഷങ്ങളിലെ ആനെഴുന്നള്ളിപ്പുകൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെറ്റ പോലുള്ള ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സാന്ത്വനം ബഡ് സ്കൂളിൽ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ജനപ്രതിനിധി സംഘം സന്ദർശനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ കോർഡിനേറ്റർ ഡോക്ടർ യു സലീൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീന അക്ബർ, അംഗങ്ങളായ ഗീത സുനിൽകുമാർ, അനിത എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ കർമ്മ പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ ബോർഡ് UDID ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഭാഗമായിട്ടാണ് ബ്ലോക്ക് തലത്തിലുള്ള ഇത്തരം പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അത് നമ്മുടെ ബ്ലോക്കിൻ്റെ പരിധിയിലുള്ള ഭിന്നശേഷിക്കാർക്ക് വലിയ അനുഗ്രഹമായി തീരും. അതിന് നമ്മളോട് സഹകരിച്ച നമ്മുടെ സാമൂഹ്യ സുരക്ഷാ മിഷൻ, അതിൽ ഏർപ്പെട്ട ഡോക്ടർമാർ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച CDPO, അതുപോലെ തന്നെ ICD സൂപ്പർവൈസർമാർ, ഇവരൊക്കെ വലിയ പങ്കാളിത്തം കൊണ്ടാണ് നമുക്കിതിന് മുന്നേറാൻ സഹായിക്കുന്നത്. അങ്ങനെ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന് മുന്നേറ്റം സാധ്യമല്ല. എല്ലാവരുടെയും സഹകരണമാണ്, നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ആകെ സഹകരണമാണ് നമ്മുടെ ഭിന്നശേഷി സൗഹൃദ ബ്ലോക്കാക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത്. അത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, തുടർ പദ്ധതിയാണ്. ഇത് മുന്നോട്ട് പോകുന്നതിന് ധാരാളം കടമ്പകളുണ്ട്. അതിന് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ, നമ്മുടെ 4 ഗ്രാമപഞ്ചായത്തുകൾ, അവണിശ്ശേരി, പാർളം, അതുപോലെ തന്നെ വല്ലച്ചറ, ചേർപ്പ് ഗ്രാമപഞ്ചായത്തുകളൊക്കെ വലിയ സഹായം നമുക്ക് മുന്നോട്ട് പോക്കിന് സഹായകരമായ രീതിയിലേക്ക് നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ സഹകരണവും നമ്മൾ മുന്നേ നമുക്ക് നൽകുന്നുണ്ട്. തുടർന്ന് നമുക്ക് നമ്മുടെ ഈ ഭിന്നശേഷി സൗഹൃദ ബ്ലോക്കാക്കുന്നതിൽ നമ്മളോട് സഹകരിക്കുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കുറേ നാളത്തെ നമ്മുടെ ഒരു ആഗ്രഹമാണ് നമ്മുടെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് കുറേ തടസ്സങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നിരന്തരമായ ആവശ്യം മാനിച്ചുകൊണ്ട് നമ്മുടെ ഭിന്നശേഷിക്കാർക്കുള്ള ഈ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ്, അതുപോലെ UDID കാർഡിനൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങേണ്ടതായി വരുന്നു എന്നുള്ള ഒരു പരാതിയും ശ്രമവും മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ 2ാം ഘട്ട പ്രവർത്തനം എന്ന രീതിയിൽ നമ്മൾ സർവേ പൂർത്തീകരിച്ചു. ഒരു സർവേ റിപ്പോർട്ട് പ്രകാശനം ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത UDID കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ സാമൂഹ്യ മിഷൻ കോർഡിനേറ്റർ സജീവ്, ചേർപ്പ് ബ്ലോക്ക് ശിശു വികസന പദ്ധതി ഓഫീസർ ശ്രീവിദ്യ S. മാരാർ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 4 പഞ്ചായത്തുകളിൽ നിന്നായി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് പുതിയതായി എടുക്കുന്നവരും പുതുക്കേണ്ടവരും UDID കാർഡ് അപേക്ഷിക്കുന്നവർക്കും വേണ്ടി സംഘടിപ്പിച്ച ക്യാമ്പിൽ 200ഓളം പേർ പങ്കെടുത്തു. സിംഫണി അക്കാദമി ജപ്പാൻ കരാട്ടെ അസോസിയേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ ബെൽറ്റ് സെറിമണി സംഘടിപ്പിച്ചു. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിലാണ് ചടങ്ങ് നടന്നത്. ജപ്പാൻ അസോസിയേഷൻ കേരളയുടെ ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി സജീവ്, JKA തൃശൂർ ജില്ലാ ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി മണികണ്ഠൻ, സെക്രട്ടറി അമ്പിളി എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തത്. ബ്ലാക്ക് ബെൽറ്റായ നവനീത് കൃഷ്ണ, JKA കേരള കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ മുംബൈ നടത്തിയ 36ാമത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി ഓൾ ഇന്ത്യ SA കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം ലഭിച്ച R. ദേവസ്മിതയെ മാധ്യമപ്രവർത്തകൻ ബിജു ആന്റണി ഉപഹാരം നൽകി ആദരിച്ചു. ചേനം ഹരിശ്രീ വിദ്യാഭവന്റെ 20ാം വാർഷികം ആഘോഷിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. രജനി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, ജെയിംസ് പല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗം സുബിത സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അവണിശ്ശേരി 25ാമത് യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോസ് ഉദ്ഘാടനം ചെയ്തു. രാധാമണി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി TA ജോസഫ്, പ്രസിഡന്റ് ബാലകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം ജയശ്രീ,
പാറളം യൂണിറ്റ് പ്രസിഡന്റ് സുരേന്ദ്രൻ, സെക്രട്ടറി രമേശ്, സ്മിജ, ശോഭ സന്തോഷ്, പ്രജിത, രമണി എന്നിവർ സംസാരിച്ചു. ESI നടപ്പിലാക്കുക, പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി 15,000 രൂപയാക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ഈ സ്വാതന്ത്ര്യ പദ്ധതിയിൽ നിന്നും നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. സ്വാതന്ത്ര്യ പദ്ധതിയിലുള്ള ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാനറിയോ? ഏതെങ്കിലും ഒരെണ്ണം പറയാനറിയോ? നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞെന്തായിരുന്നു? അംഗമരണം, അവകാശി മരണം, ചികിത്സാ സഹായങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസത്തിന്, പിന്നെ വിവാഹത്തിന്, പിന്നെ എന്തിനാണ് കിടപ്പ് രോഗികൾക്ക്, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതിന് എന്ത് വേണം? നമ്മൾ അതിൻ്റെ കാലാവധിക്ക് മുമ്പ് തന്നെ നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുണ്ട്. എത്ര സമയമുണ്ട് നമുക്ക് ഒരു അപേക്ഷ കൊടുക്കാനായിട്ട് സ്വാതന്ത്ര്യ പദ്ധതിയിലേക്ക്? ചേർപ്പ് ഉപജില്ലാ അറബിക് കലോത്സവത്തിൽ ഓവറോൾ 1ാം സ്ഥാനവും LP ജനറൽ വിഭാഗം 2ാം സ്ഥാനവും കരസ്ഥമാക്കിയ പനങ്കുളം DMLP സ്കൂളിൽ വിജയാഹ്ലാദം സംഘടിപ്പിച്ചു. ആഹ്ലാദ പ്രകടനത്തിൽ സ്കൂൾ മാനേജർ, അധ്യാപകർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, OSA അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഷാലി തോമസ്, MG അർച്ചന, സീനി വർഗീസ്, ടിൻസിറ്റി ചീരമ്പൻ, T ജീതു ജോയ്, TA ഷാഹിദ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാറളം പഞ്ചായത്ത് കോൺഗ്രസ് 8ാം വാർഡ് കമ്മിറ്റി വിവിധ മത്സര വിജയികളെ ആദരിച്ചു. വിജയികൾക്ക് മെമന്റോ സമ്മാനിച്ചു. നാഷണൽ ലെവൽ 60 കിലോ വിഭാഗം കിക്ക് ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ ജേതാവ് അനന്തു കൃഷ്ണനെയും റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ചിത്രരചനയിൽ വിവിധ വിഭാഗം മത്സരങ്ങളിൽ വിജയിയായ CS ശ്രീധുവിനെയും സംസ്ഥാനതല സെബക് ത്രോ മത്സരത്തിൽ വിജയിയായ ശ്രീലക്ഷ്മിയെയുമാണ് ആദരിച്ചത്. KV ദാസൻ, KSU ജില്ലാ സെക്രട്ടറി ജിതിൻ ചാക്കോ എന്നിവർ മൊമെന്റോ സമ്മാനിച്ചു. വിൽസൺ, സുനിൽ എന്നിവർ അനന്തകൃഷ്ണനെയും, ഡെന്നസ്, ജോസഫ് എന്നിവർ ശ്രീധുവിനെയും, സുബീഷ്, കിഷോർ എന്നിവർ ചേർന്ന ശ്രീലക്ഷ്മിയെയും പൊന്നാടി അണിയിച്ചു. ഡെന്നസ്, ജോസഫ്, കിഷോർ, സുബീഷ്, വിൽസൺ, KV സുനിൽ, വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. പുതുക്കാട് സെന്ററിൽ യുവതിക്ക് കുത്തേറ്റു. കൊട്ടേക്കാട് സ്വദേശിയായ 28 വയസ്സുള്ള ബിബിതയ്ക്കാണ് കുത്തേറ്റത്. രാവിലെ 9 മണിയോടെ പുതുക്കാട് സെന്ററിലാണ് സംഭവം. 9ഓളം കുത്തേറ്റിട്ടുള്ളതായി പറയുന്നു. ഇവരുടെ മുൻ ഭർത്താവായ കേച്ചേരി കൂള വീട്ടിൽ ലെസ്റ്റിനാണ് ബിബിതയെ കുത്തി പരിക്കേൽപ്പിച്ചത്. സംഭവത്തിനു ശേഷം ഇയാൾ പോലീസിൽ കീഴടങ്ങി. പുതുക്കാട് SBI ബാങ്കിലെ ജീവനക്കാരിയാണ് ബിബിത. റോഡിലൂടെ നടന്നു വരുമ്പോൾ ഇയാൾ ഇവരെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ബിബിതയെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നിന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചാഴൂർ പഞ്ചായത്തിലെ കുറുമ്പിലാവ് ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ക്ലാസ് റൂമുകൾ സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും നല്ലൊരു കൈയടി. നമ്മുടെ ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച് നമ്മുടെ പ്രിയനായ പ്രസിഡന്റ് ചില കാര്യങ്ങൾ സർക്കാരും നമ്മുടെ പ്രദേശത്തെ സ്കൂളെ സംബന്ധിച്ചുമെല്ലാം ചുരുങ്ങിയ വാക്കുകളാണെങ്കിൽ പോലും സംസാരിക്കുകയുണ്ടായി. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുള്ളൂ. സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ വർഷത്തിലും ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ സംഖ്യ മാറ്റിവെക്കുന്നതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ പുതിയ രീതിയിലുള്ള നമ്മുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ക്ലാസ് റൂമുകൾ അതിൻ്റെ ഭംഗിയിലുള്ള പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലത്തിൽ ഏകദേശം 18 കോടി രൂപയുടെ വർക്കാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ളവരെന്ത് പറയട്ടെ, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ അനുഭവമാണ്.
ഞാൻ ഇന്നലെ മിഞ്ഞാന്നാണ് അന്തിക്കാട് ഒരു സ്കൂളിൻ്റെ തറക്കല്ല് ഇട്ടത്. അതുപോലെ നമുക്ക് 8-9 സ്കൂളിൻ്റെ തറക്കല്ലിടാനുണ്ട്. അത് തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്പോർട്സ് രംഗത്ത്, കലാ സംസ്കാര രംഗത്തൊക്കെ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മൾ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർബലമാപ്പെട്ട ആ പ്രദേശത്തെ നമ്മുടെ കുട്ടികളുടെ ജീവിത രീതിയിൽ, വിദ്യാഭ്യാസ രീതിയിൽ വലിയൊരു മാറ്റുരയ്ക്കാൻ, മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായ രീതിയിലുള്ളൊരു മാറ്റുരയ്ക്കൽ പരിശോധന എൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഈ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ അതിൻ്റെ കാലാനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട അതിൻ്റെ മാറ്റങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുതിയതായി സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ എല്ലാവർക്കും അതിൻ്റെ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന വിധത്തിലാണ് ഗവൺമെൻറ് ഇതിനെ കാണുന്നത്. ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം, നിർമ്മിത ബുദ്ധി അത് തന്നെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മൾക്ക് എല്ലാവർക്കും, നമ്മുടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ലഭ്യമാകണം. അങ്ങനെ വളരെ കാര്യക്ഷമമായ രീതിയിൽ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള അതിൻ്റെ മേന്മകളെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ 2 ക്ലാസ് റൂമുകളാണ് സമർപ്പിച്ചത്. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NJ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. NH ജായിസ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, സ്ഥിരം സമിതി അധ്യക്ഷൻ NN ജോഷി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7130 രൂപ, പവന് 57,040 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരളത്തിൽ 3ാം LDF സർക്കാർ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. CPIM ചെയർപേരിയ സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ ചട്ടങ്ങൾ അനുസരിച്ച് നടത്താനുള്ള പ്രതിസന്ധി. പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സാന്തുരം ബഡ് സ്കൂളിൽ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ജനപ്രതിനിധി സംഘം സന്ദർശനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ കർമ്മ പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ ബോർഡ് UDID ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.